ആരുടെ തലയാണ്? ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. അതായത് ഭീകരമായ എവറസ്റ്റ് കൊടുമുടിക്ക് വഹിക്കാൻ കഴിയുന്നതിലേറെ ഭാരം വഹിക്കാൻ കഴിയുന്ന സാധനമാണ് ഹ്യൂമന്റെ ബ്രെയിൻ, മനുഷ്യന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ബയോളജിയിൽ പഠിച്ചു, മനുഷ്യന്റെ ബ്ലഡിലുള്ളത് ഹോർമോണുകളാണ്. ഹീമോഗ്ലോബിനൊക്കെ ഒരു ഹോർമോണാണ്. മനുഷ്യന് നിറം കൊടുക്കുന്ന മെലാനിൻ ഹോർമോണാണ്. ധാരാളം ഹോർമോണുകൾ. അത് മുഖേനയാണ് നമ്മുടെ ജൈവിക പ്രക്രിയ, ശാരീരികമായ ബയോളജിക്കൽ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് മനുഷ്യന്റെ വികാരങ്ങൾ നടക്കുന്നത്? നമുക്കിപ്പോൾ തോന്നുന്നുണ്ടല്ലോ, ചില ആളുകൾക്ക് തോന്നുന്നുണ്ട് ഇയാളെപ്പോഴാണ് ഇത് നിർത്തുക, ഇന്നിനിപ്പം നാട്ടിൽ പോകാൻ പറ്റുമോ, എന്തായിരിക്കും ഇവിടെ പറയപ്പെട്ട ആ പാക്കറ്റിലെത്തുന്ന ഫുഡ്, ഇതൊക്കെ നമുക്ക് തോന്നുകയാണ്. ഈ തോന്നുന്നത് ഹോർമോണുകൾ മുഖേനയല്ല. ഈ തോന്നുന്ന സാധനങ്ങൾ തലച്ചോറിൽ ഒരു കറണ്ട് പ്രവർത്തിക്കുന്നുണ്ട്, വൈദ്യുതി. നാം സ്വിച്ച് ഇടുമ്പോൾ ബൾബ് കത്തുന്ന പോലെ, വെപ്പൺസുകൾ ആക്റ്റീവ് ആകുന്ന പോലെ അള്ളാഹുവിൻ്റെ ഒരു സംവിധാനമാണ്, ന്യൂറോ കെമിക്കൽ വേവിംഗ് സംവിധാനമാണ് ബ്രെയിനിൽ നടക്കുന്നത്. അവിടെ അത് സാധ്യമാക്കുന്നത് ന്യൂറോണുകൾ മുഖേനയാണ്. രണ്ട് വാക്കുകൾ, ഹോർമോണുകളും ന്യൂറോണുകളും. ഈ ന്യൂറോണുകളുടെ പ്രത്യേകത ഉപയോഗപ്പെടുത്തുമ്പോൾ വിശാലമാകുന്നു എന്നുള്ളതാണ്. നമ്മളത് മനസ്സിലാക്കണം. നാം നിരന്തരം നെഹ്വാണ് പഠിക്കുന്നതെങ്കിൽ നെഹ്വ് പഠിക്കാൻ പറ്റുന്ന തരത്തിൽ ന്യൂറോണുകൾ ജനറേറ്റ് ചെയ്യപ്പെടും, ഉൽപ്പാദിപ്പിക്കപ്പെടും. നാം പഠിക്കുന്നത് പാട്ടോ കളിയോ, ശ്രദ്ധിക്കുന്നത് വീഡിയോ ഗെയിമുകളോ, വിനോദങ്ങളോ, രസങ്ങളോ, ത്രസങ്ങളോ, ബഹളങ്ങളോ, കുതൂഹലതകളോ ഒക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള എന്റർടൈൻമെന്റുകളെ ഉൽപ്പാദിപ്പിക്കുന്ന, അതിനെ പ്രചോദിപ്പിക്കുന്ന ന്യൂറോണുകളാണ് ഉണ്ടാവുക. എന്താണോ ചിന്തിക്കുന്നത് ആ മേഖലയെ വികസിപ്പിക്കുന്ന തരത്തിലാണ് മനുഷ്യന്റെ ബ്രെയിൻ സിസ്റ്റം അള്ളാഹു കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. സയൻസിൽ അതിന്, ന്യൂറോ സയൻസിൽ അതിന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നാണ് പറയുക. ഒരു കാര്യം വിചാരിക്കുകയാണെങ്കിൽ അത് തന്നെ ബ്രെയിനിൽ വരൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിക്ക് പുതിയൊരു ദിശ ഉണ്ടാവേണ്ടതുണ്ട്. ആ ദിശ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആ ദിശയാണ് നമ്മുടെ സ്വത്വം. അതാണ് ഞാൻ പറയുന്നത്. ആ ദിശ അള്ളാഹുവിലേക്കുള്ള വഴിയാണ്. ആ ദിശ റസൂലിലേക്കുള്ള വഴിയാണ്. ആ ദിശ ഉമ്മാക്കും ബാപ്പാക്കും സമൂഹത്തിനും പൊരുത്തമുള്ള വഴിയാണ്. പൗരബോധമുള്ള, ഉലമാ സത്വബോധമുള്ള, കാലമെത്ര മുന്നോട്ട് പോയാലും വീര്യം കുറയാത്ത സാധനമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ കിതാബുകൾ, നമ്മുടെ പുസ്തകങ്ങൾ, നമ്മുടെ കയ്യിലെ പേന, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതേപോലൊരു മുഖദ്ദിമക്ക് എന്ത് പ്രസക്തിയാണ് ഈ AI യുഗത്തിലുള്ളത്. അബ്ദുറഹ്മാൻ ഉസ്താദ് അരിപ്രസാദ് പറഞ്ഞല്ലോ, ഇത് AI യുഗമാണ്. ഈ AI യുഗത്തിൽ എന്ത് പ്രസക്തിയാണ് കടലാസുകൾക്കുള്ളത്, എന്ത് പ്രസക്തിയാണ് പേനക്കുള്ളത്, എന്ത് പ്രസക്തിയാണ് ഇതേപോലെയുള്ള പുസ്തക കിതാബുകൾക്കുള്ളത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കാലമെത്ര മുന്നോട്ട് പോയാലും, സാങ്കേതിക വികാസം അതിശയകരമായ പുരോഗമനങ്ങളെ പ്രാപിച്ചാലും, ലോകത്ത് എന്നെന്നും ബാക്കിയാവുന്ന ജനുവിനായ അധ്യാപന സംസ്കാരമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ വിഭാവനം ചെയ്യുന്ന ഗുരുകുല വിദ്യാഭ്യാസ സംസ്കാരം. അതിൻ്റെ ഏറ്റവും പ്രകടമായ സാക്ഷാത്കാരമാണ് നമ്മുടെ ഈ കാലത്തും ഈ കടലാസും പുസ്തകവും കിതാബും ബാക്കിയാകുന്നത്. വിശുദ്ധ ഖുർആന്റെ അത്ഭുതമെന്നും പറയാം. ഖുർആൻ തുടങ്ങിയത് തന്നെ നേരത്തെ അതും ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വിശുദ്ധ ഖുർആന്റെ പ്രമേയം പേനയാണ്. വിശുദ്ധ ഖുർആന്റെ പ്രമേയം നൂൻ വൽ ഖലം വമാ യസ്തുറൂൻ, മഷിക്കുപ്പിയും വരികളും ആ വരികൾ കുറിച്ചിടുന്ന, വരകൾ കുറിച്ചിടുന്ന തൂലികയുമൊക്കെയാണ്. ഞാനിത് പരാമർശിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം, ഈ വചനങ്ങൾ ലോകത്ത് അവതീർണമായിട്ട് 1400 കൊല്ലങ്ങൾ കഴിഞ്ഞു. ഇത് 2026 മെയ്യിലാണ്, മെയ് 31-നാണ് നമ്മൾ ഈ പന്തലിൽ സമ്മേളിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ഭൂമിയിൽ ഖുർആൻ ഓതി ലോകത്തോട് സംസാരിച്ചത് CE 609-ന്റെയും 632-ന്റെയും ഇടയിലാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായി 15 നൂറ്റാണ്ടുകൾ പിന്നിടാൻ പോവുകയാണ്. പക്ഷേ
ആ 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും സംസ്കാരം അതേപോലെ ഈ ഭൂമിയിൽ ഇന്നും ബാക്കിയുണ്ടെങ്കിൽ അത് കടലാസും പേനയും മാത്രമാണ്. 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആളുകൾ സഞ്ചരിച്ച പോലെയല്ല ഇന്ന് സഞ്ചരിക്കുന്നത്. അന്ന് കാൽനടയാണ്, അന്ന് കഴുതവണ്ടിയാണ്, അന്ന് കുതിരവണ്ടിയാണ്. അന്ന് ആളുകൾ ഉപയോഗിച്ചിരുന്ന ഉടപുടകളുടെ സംസ്കാരമല്ല ഇന്നത്തെ ഉടപുടകൾ. അന്നത്തെ ഭക്ഷണമല്ല ഇന്നത്തെ ഭക്ഷണം. അന്നത്തെ രീതികളല്ല ഇന്നത്തെ രീതികൾ. എല്ലാം മാറി. ഭോഗം മാറി, ഭോജനം മാറി, ആചാരം മാറി, ഉടപുടകൾ മാറി. പക്ഷെ ഒന്ന് മാത്രം മാറിയില്ല. പേന കൊണ്ടാണ് ഇന്നും എഴുതുന്നത്, കടലാസിലാണ് ഇന്നും എഴുതുന്നത്. UNOയുടെ സെക്രട്ടറിയുടെ പോക്കറ്റിലുമുണ്ട് പേന, അമേരിക്കയുടെ പ്രസിഡന്റിന്റെ പോക്കറ്റിലുമുണ്ട് പേന, നമ്മുടെ നാടിന്റെ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും കടലാസിൽ കീശയിലുമുണ്ട്, പോക്കറ്റിലുമുണ്ട് പേന, പുസ്തകങ്ങളുണ്ട്. ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ അനന്യത, ഏറ്റവും വലിയ ശാശ്വതീകത്വം. അതായത് കാലം മുന്നോട്ട് പോയാലും കടലാസ് ബാക്കിയാകും, കിതാബുകൾ ബാക്കിയാകും, അക്ഷരാഭ്യാസങ്ങൾ ബാക്കിയാകും. ആ വഴി ലോകത്തിന് പറഞ്ഞു കൊടുക്കാനാണ് ഉസ്താദുമാർ. ഈ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്താനാണ്, കാലോചിതമായി പരിചയപ്പെടുത്താനാണ്. ഇതിലൊത്തുണ്ട്, ഇതിൽ ബൈത്തുണ്ട്, രസങ്ങളുണ്ട്, നിറങ്ങളുണ്ട്. ഒരു വരണ്ട വിദ്യാഭ്യാസ സംസ്കാരമല്ല മഹത്തായ സമസ്ത SNEC-യിലൂടെ വിഭാവനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. കാരണം അതാണ് നമ്മുടെ വഴി. എല്ലാ ശാസ്ത്രങ്ങളുമുണ്ട്, എല്ലാ മേഖലകളിലേക്കുമുള്ള കിളിവാതിലുകളുണ്ട്. നമുക്ക് മുമ്പേ നടന്നവരങ്ങനെയായിരുന്നു. മറ്റൊരു ഉദാഹരണം മാത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചില പേരുകൾ പരാമർശിക്കുകയുണ്ടായി. ഷെയ്ഖുന ശംസുൽ ഉലമ പരാമർശിക്കപ്പെടേണ്ട പേരാണ്. സമ്പാദകനാണ്, സാത്വികനാണ്, ആരിഫാണ്, പ്രഭാഷകനാണ്, കമാൻഡിംഗ് പവറുള്ള ലീഡറാണ്, അമീറാണ്. ആലങ്കാരികമായി അമീറുൽ മോമിനീൻ എന്ന് പറയാൻ പറ്റിയ വ്യക്തിയാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ സ്കോളേഴ്സ് ഉണ്ടാകും കേരളത്തിന്റെ പുറത്ത്. പക്ഷേ ജീവിച്ചിരിക്കുന്ന ഉലമാ എന്ന ഗ്രന്ഥങ്ങൾ എഴുതിയ, ആയിരക്കണക്കിന് ഉലമാക്കൾ എന്ന് പറയുന്ന കിതാബ് എഴുതിയ മഹാഗ്രന്ഥകാരനാണ് ശംസുൽ ഉലമ. മാതൃകയാണ്. ശംസുൽ ഉലമ എഴുതിയ ഏറ്റവും ഗഹനമായ തഹ്ഖീഖിന്റെ കിതാബാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തു പോയ സയ്യിദുൽ ഉലമ. എല്ലാം രചനകളാണ്. ഒന്ന് കടലാസിലെ രചന, മറ്റൊന്ന് മനുഷ്യനെ പണ്ഡിതനെ രചിക്കൽ. ആ രചനാ വഴിയിലാണ് ഉമർ ഖാദി ഉള്ളത്. ഉമർ ഖാദി മദീനയിലെ റൗദയിൽ പോയി പ്രവാചകനെ പുകഴ്ത്തിയിട്ട് കാരിരുമ്പിന്റെ ഗാലി ഗ്രില്ല് തകർത്ത മനുഷ്യനാണ്, അതിനെ ഭേദിച്ച മനുഷ്യനാണ്. ആ ഉമർ ഖാദി നിങ്ങളെപ്പോലെ മുതഅല്ലിമായ കാലത്ത് തീവണ്ടി കണ്ടപ്പോ അതേ ഉമർ ഖാദി ഒരു കവിത കുറിച്ചിരുന്നു. ആ കവിത ആലപിച്ചുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ഒരു മനുഷ്യന്റെ സർഗബോധം ഉണർത്തിയതാണ്. റൗദയിൽ പോയപ്പോ അകത്തേക്ക് പ്രവേശിക്കാൻ വാതിലടക്കപ്പെട്ടിരിക്കുന്നു. ഉമർ ഖാദി ബൈത്ത് പാടി, യാ അക്രമൽ ഖുറമാലഹ്താബിക്കും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബിക്കും യർജുൽ അത്വാലൽ ബുകാഇ ബിബാബിക്കും വദ്ദമ്മു മിൻ ഐനയ്യ സാല സജീമാ. ഇതേ ഉമർ ഖാദി തീവണ്ടി കാണാൻ പോയി താനൂരിൽ. തീവണ്ടിയുടെ അത്ഭുതം കണ്ടു. ഈ ആത്മീക ജ്ഞാനി എന്താ എഴുതി വെച്ചത്? റഅയ്തുഹു ബിബർരിൻ നംസി യാസാഹി മർകബ യസീറു ബിലാ റിജ്ലിൻ അലർ റൈലി ഹാരിബാ ബിസൗത്തിൻ ബികുകൂകു വശീശി മദ്ദുഖാൻ വഫീഹിൽ ഉനാസു വൽ മതാഉ അജായിബാ. ഇവിടെ നേരത്തെ ജോയി MLA സ്കൂളിലൊരു പാട്ട് ഓർമ്മിച്ചല്ലോ. ഇത് വേറെ സ്കൂളിലൊരു പാട്ടാണ്. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ തീവണ്ടീൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു, കൂക്കൂ കൂക്കൂ തീവണ്ടി കൂകിപ്പായും തീവണ്ടി. ആരാദ്യമായിട്ട് എഴുതിയത്? ആദ്യമായിട്ട് എഴുതിയത് ഖാദിരിയ തരീഖത്തിന്റെ ഷെയ്ഖായ, മലയാളം കണ്ട ഏറ്റവും അഗ്രേസരനായ രാഷ്ട്രീയ ദിഷണാശാലിയായ സൂഫിയായ ഉമർ ഖാദിയാണ്. അദ്ദേഹം തീവണ്ടി കണ്ടപ്പോൾ അറബിയിൽ ഇതേ വരിയാണ് എഴുതിയത്, റഅയ്തു ബിബർരിൻ നംസി. താനൂരിൽ ഞാൻ ഇന്ന് കണ്ടിരിക്കുന്നു, ഇന്ന് വൈകുന്നേരം യാ സാഹി, എൻ്റെ പൊന്നു ചങ്ങാതി മർക്കബൻ, അതിശയകരമായൊരു വണ്ടി. യസീറു ബിലാ റിജ്ലിൻ, കാലില്ലാതെ പായുകയാണ് ആ വണ്ടി. അല്ല റെയിലി, റെയിലുമ കൂടെയാണ്. സമന്വയ വിദ്യാഭ്യാസമാണ്. അറബി കവിതയിലേക്ക് ഇംഗ്ലീഷിന്റെ വാക്ക് ചേർത്ത് വെച്ചത് നോക്കൂ. അല റെയിൽ, റെയിലുമ കൂടിയാണ് ഓടുന്നത്.
ഹാരിബൻ, പേടിച്ച് വിരണ്ടോടുന്ന പോലെ. തീവണ്ടിയെ കാൽപ്പനികമായി അത്രയും സുന്ദരമായി ആർക്ക് അവതരിപ്പിക്കാൻ കഴിയും? തീവണ്ടിയെ പിറകിൽ നോക്കുമ്പോ പേടിച്ചോടുന്ന പോലെ, പായുന്ന പോലെയാണ് അതിന്റെ ഒരു ഫീൽ ഉണ്ടാവുക. പക്ഷെ അതിനേക്കാൾ വലിയ അത്ഭുതം അടുത്ത വാക്കാണ്. ബിസൗത്തിം ബി കൂക്കൂ കൂക്കൂ തീവണ്ടി, ബിസൗത്തിം ബി കൂക്കൂ കൂ, കൂക്കൂ എന്ന ശബ്ദമുണ്ടാക്കി, ശീശി എന്ന ശബ്ദമുണ്ടാക്കി. അന്ന് ഇലക്ട്രിക് ട്രെയിൻ അല്ല, കൽക്കരി ട്രെയിനാണ്. ആ ഒച്ചയുണ്ടാകും. ബിസൗത്തിം ബി കൂക്കൂ കൂ ശീശി മാതുഹാൻ, പുകയുമുണ്ട് കേട്ടോ കൂട്ടുകാരാ. ഫീഹിൽ ഉനാസു വൽ മതാഉ, അന്ന് ചരക്ക് വണ്ടി വേറെയും ആൾവണ്ടി വേറെ ആയിരിക്കില്ല, അല്ല ഒന്ന് തന്നെയായിരിക്കും. അതിൽ ആൾക്കാരുണ്ട്, ആൾക്കാരെ ചരക്കുണ്ട്. അജായിബ, അത്ഭുതം തന്നെ, അതിർപ്പം തന്നെ ചങ്ങാതി എന്ന് കവിത എഴുതി വെച്ച മനുഷ്യനാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ റൗളയിൽ പോയിട്ട് അത്ഭുതമുണ്ടാക്കിയ മനുഷ്യനാണ്. മലയാളത്തിന്റെ പൗരബോധത്തെ സജീവമാക്കിയ മനുഷ്യനാണ്. ഈ SNEC-യുടെ മൻഹജിന്റെ അങ്ങേ തലക്കൽ ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ, മഹാരഥന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് വഴിയും വെളിച്ചവും തരുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതാണ് ഉസ്താദ് സ്വത്തം, അതാണ് ആലിം സ്വത്തം, അതാണ് നമ്മുടെ സ്വത്തം. അള്ളാഹു സാക്ഷാത്കരിക്കാൻ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.